ഹലോ ഓൾ, നീറ്റ് 2026 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസിൻ്റെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വസ്തുതാപരമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ വസ്തുതകളാണ് പറയുമ്പോൾ ചില ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പേഴ്സണലി അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ നീറ്റ് എക്സാം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഫാൾസ് ഹോപ്പുകളിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ നിൽക്കുന്നതിൽ വലിയ കാര്യമുണ്ടാവുകയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ലൈഫിൽ നമ്മളൊരു വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. ആ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾക്ക് എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. ഓരോരോ മനുഷ്യന്മാരും ഓരോരോ ബ്രെയിനുകളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ബ്രെയിനിന് എത്രത്തോളം എഫേർട്ടുകൾ എടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നോ അത്രത്തോളം എഫേർട്ടുകൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തു. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഓരോ സ്റ്റുഡൻറ്റും ഓരോ രക്ഷിതാവും മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം. നമ്മുടെ ഡോപ്പയിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു വാചകം കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ട്രൈ ചെയ്യാനും ഒരു ധൈര്യം വേണം എന്നുള്ളതാണ്. അപ്പോൾ ആ ധൈര്യം എടുത്ത് വന്നിട്ടുള്ള എല്ലാ മക്കൾക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ രക്ഷിതാക്കൾക്കും തുടക്കത്തിൽ അനുമോദനങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഇതിനുശേഷം നമുക്ക് നീറ്റ് 2026 വിശദാംശങ്ങളിലേക്ക് കടക്കാം. നീറ്റ് 2026 പോകുമ്പോൾ പ്രാഥമിക ഘട്ട അനാലിസിസ് ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 6:45 6:45 ടൈം. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ സമയമാണ് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നോക്കി ഇനീഷ്യലി ഡോപ്പ ക്യാമ്പസുകളിലേക്ക് കടന്നു വന്ന ഏകദേശം ഒരു 20ഓളം കുട്ടികളുടെ സ്കോറും മാത്രമാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള വിവരങ്ങളോ ഡോപ്പയിൽ തന്നെയുള്ള മറ്റു കുട്ടികളുടെ വിവരങ്ങളോ നമുക്ക് മുഴുവനായിട്ടും കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ കൂടി നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കഴിഞ്ഞ ഒരു 13-14 വർഷമായിട്ട് കാണുന്ന നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓരോന്നും വിശദമായിട്ട് അനലൈസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിലും 45ഓളം വർഷങ്ങളായിട്ട് തന്നെ ഫീൽഡിലുള്ള മറ്റ് അധ്യാപകരുടെ വീക്ഷണത്തിൻ്റെ വെളിച്ചത്തിലുമാണ് ഈ വിവരങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നുണ്ടാവുക. സോ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ പൊതുവിൽ എളുപ്പമായിരുന്നു എന്നുള്ളത് തന്നെയാണ് കുട്ടികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത്. പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ഉള്ളിൽ, ഫിസിക്സാണ് സാധാരണഗതിയിൽ ഏറ്റവും ടഫാകാറുള്ളത്, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ന്യൂമറിക്കൽ ചോദ്യങ്ങൾ കണക്ക് കൂട്ടി ചെയ്യേണ്ട തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത്തവണ ന്യൂമറിക്കലിൻ്റെ അളവ് ഒരു പരിധിയിൽ ഒരു തട്ട് കുറവാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ തിയറി ബേസ് ചെയ്തിട്ടുള്ള നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി പറ്റുന്ന മാച്ച് ദ ഫോളോയിങ് ടൈപ്പുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഫിസിക്സിനകത്ത് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. സോ പൊതുവിൽ ഫിസിക്സ് അധ്യാപകർ പറയുന്നത് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു 40 ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലായിരുന്നു. അതും സമയമൊന്നും ഒരുപാട് റിക്വയർ ആവുന്ന ഒരു കാര്യമൊന്നുമില്ല. സമയം കളയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കുറവാണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 40ഓ അതിലധികമോ ഒക്കെ ശരിയാവാനുള്ള സാധ്യതകളാണ് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത കുട്ടികളുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ടാവുക. കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ കെമിസ്ട്രിയിലും ഈ പറയുന്ന പോലെ ന്യൂമറിക്കൽ വെച്ചിട്ടോ സമയം കളയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ 1-2 ചോദ്യങ്ങളിൽ നമ്മളുടെ ഹ്യൂമൻ എററുകൾ, സില്ലി മിസ്റ്റേക്കുകൾ വരുത്താൻ കഴിയുന്ന രീതിയിൽ എക്സാമിനർ കുറച്ച് ട്രിക്കൊക്കെ ചിലപ്പോൾ 1, 2, 3 എന്നുള്ള ഓർഡർ തന്നിട്ട് ഓപ്ഷനിൽ 3, 2, 1 എന്നുള്ള ഓപ്ഷൻ കീപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 3, 2, 1 ഓർഡർ എന്താണ് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക പോലെയുള്ള ചോദ്യങ്ങൾ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് കെമിസ്ട്രി അധ്യാപകർ കണ്ടിട്ടുണ്ട്. സോ ചോദ്യം സ്വതവേ എളുപ്പമാണെങ്കിലും ആൻസറുകളിലേക്ക് പോകുമ്പോഴും കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴും അതിനകത്ത് എററുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. കെമിസ്ട്രിയിലും അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 40 മുകളിലേക്കുള്ള ചോദ്യങ്ങൾ ശരിയാവാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ കാണുന്നുണ്ടാവുക. അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മോക്ക് എക്സാമുകളൊക്കെ എഴുതിയിട്ടുള്ള NCERT ഒക്കെ വായിച്ച് ശീലമുള്ള കുട്ടികൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നുണ്ടാവുക. ബയോളജിയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വതവേ ബോട്ടണി സുവോളജി കമ്പയർ ചെയ്യുമ്പോൾ സുവോളജി ആയിരുന്നു ഇത്തവണ കുറച്ച് ആലോചിക്കേണ്ട ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ബയോളജിയുടെ ചോദ്യങ്ങളെല്ലാം തന്നെ കാണുമ്പോൾ നല്ല ലെങ്ത്തുള്ള ചോദ്യങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ചോദ്യം മാത്രം വെക്കാവുന്ന രൂപത്തിൽ നല്ല നീളത്തിലുള്ള ഓപ്ഷനുകളും 5 സെൻറ്റൻസുകളും അതിൻ്റെ ഓർഡർ തീരുമാനിക്കാനും ഒക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ബയോളജിയിൽ കണ്ടിട്ടുണ്ട്. പൊതുവേ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മുടെ +2 കുട്ടികൾക്കൊക്കെ മേ ബി എത്ര ക്വസ്റ്റ്യൻസ് വായിച്ച ശീലമില്ലാത്ത ആൾക്കാർ, മേ ബി NCERT ആയിട്ട് വലിയ പരിചയമില്ലാത്ത ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും NCERT സ്ഥിരമായിട്ട് വായിക്കുന്ന നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലുള്ള കുട്ടികൾ സ്ഥിരമായിട്ട് NCERT വായിക്കുന്ന ആളുകളാണ്. NCERTയിൽ വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് എല്ലാം വളരെ പരിചയമുള്ള കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിൽ NCERT എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 85 മുകളിലേക്ക് ഉത്തരങ്ങൾ ശരിയാക്കി എടുക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെയും അവിടെയും സില്ലി മിസ്റ്റേക്കുകളാണ് പ്രതീക്ഷിക്കുന്നുണ്ടാവുക. കൺസെപ്ച്വലി അല്ലെങ്കിൽ തിയറി അറിയില്ലാത്തത് കൊണ്ടുള്ള മിസ്റ്റേക്കുകളുടെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണ് പറയാം. സോ മൊത്തത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ എല്ലാത്തിലും കൂടി നമുക്ക് തെറ്റുപറ്റാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങൾ 15 ചോദ്യത്തിൽ താഴെയാണ്, അല്ലെങ്കിൽ 10 ചോദ്യത്തിൽ താഴെയാണ് പറ്റാനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം.
പറയാം. സോ ഇതെല്ലാം വെച്ചിട്ട് കട്ട് ഓഫ് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ കൂടി മോർ ഓഫ് 2024 പോലെയുള്ള ഒരു മാർക്കിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ ആയിരിക്കും നമ്മൾ എത്തുന്നുണ്ടാവുക എന്നുള്ളതാണ്. കുറച്ചുകൂടി വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അറിയിക്കാം. നിങ്ങൾ ഡോപ്പയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡോപ്പ കോഴിക്കോട് ഹെഡ് ഓഫീസുള്ള കോഴിക്കോടും കോട്ടക്കലിലും തൃശ്ശൂരും റിപ്പീറ്റേഴ്സ് ബാച്ചുകളും ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളും റൺ ചെയ്യുന്ന ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. 6 വർഷം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരള 6ാം റാങ്ക് ആയിരുന്നു നമ്മളുടെ ടോപ്പ് സ്കോർ വന്നിട്ടുണ്ടായിരുന്നത്. അതടക്കം 120ഓളം കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്ഥാപനമാണ് ഡോപ്പ. ഇത്തവണയും റിപ്പീറ്റേഴ്സ് ബാച്ചും ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോപ്പയെ പറ്റി വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഡോപ്പയിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിനോട് വളരെ വിശദമായിട്ട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. അവരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ചിട്ട് ഡോപ്പ എന്താണെന്ന് അറിയാനുള്ള ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള മാർഗ്ഗം. ഞാൻ പറയുന്നത് ഡോപ്പയുടെ പ്രൊമോട്ടർ എന്നുള്ള രൂപത്തിലായിരിക്കും പറയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളോടാണ്. അക്കാഡമിക്കലി നമ്മൾ എത്രത്തോളം സ്ട്രിക്റ്റ് ആണ്, അക്കാഡമിക്കലി നമ്മൾ എത്രത്തോളം കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സന്തോഷം പങ്കുവെക്കാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏരിയകളും പഠിപ്പിച്ചിട്ടുള്ള ഏരിയകളും എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ എക്സാം എളുപ്പമായി പോയി എന്ന് തന്നെ വേണം പറയാൻ. അതിലൊരു പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വേദന കൂടിയുണ്ട്. എക്സാം വളരെ എളുപ്പമായി പോയി എന്നുള്ള രൂപത്തിൽ. എന്തുകൊണ്ട് അത് അങ്ങനെയെന്നുള്ള കാര്യം കട്ട് ഓഫിൻ്റെ നിലവാരം വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും. എക്സാം കുറച്ചുകൂടി ടഫർ ആവുമായിരുന്നെങ്കിൽ, പഠിച്ച കുട്ടികൾക്ക് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലായിരുന്നെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ പറയുക, കുറച്ചുകൂടി ബെറ്റർ ബെനിഫിറ്റ് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. എക്സാമിന് സാധാരണഗതിയിൽ കാണുന്നതാണ്. എക്സാം കഴിഞ്ഞ് നീറ്റ് 2025 കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കുട്ടികളുടെ മുന്നിൽ സങ്കടഭാവവും കരച്ചിലും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് കരഞ്ഞുകൊണ്ടാണ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പക്ഷേ ലേറ്റർ ഓൺ അവർക്ക് തന്നെ മനസ്സിലായി അവർക്കുള്ള മാർക്കും കാര്യങ്ങളും ബെറ്റർ ആണെന്നും അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ അത് പിന്നീടൊരു സന്തോഷത്തിലേക്ക് വഴിവെച്ചത്. ഇത്തവണ എങ്ങനെയായിരിക്കും അതിൻ്റെ കട്ട് ഓഫ് എന്നുള്ള കാര്യത്തിലേക്കുള്ള അനാലിസിസുകൾ മുന്നോട്ട് വരട്ടെ, അതിലേക്കുള്ള റിസൾട്ട് വരട്ടെ എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. ആൻഡ് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് അപ്ലൈ ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് വിജയം ഉണ്ടാവട്ടെ ജീവിതത്തിൽ എന്നുള്ള കാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.